AMH കൂടില്ല എന്ന് പറയുന്നവരോട് AMH തീർച്ചയായും കൂടും. നിങ്ങൾക്ക് AMH കുറവാണ്, ഉടനെ തന്നെ നിങ്ങൾ IVF ചെയ്യണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് AMH? ആന്റി മുലേറിയൻ ഹോർമോൺ. ഇത് സ്ത്രീകളുടെ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. AMH സ്ത്രീകളുടെ ഓവറിയൻ റിസർവ്, അതായത് ഏകദേശം എത്ര അണ്ടം ബാക്കിയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് AMH നോക്കുന്നത്. PCOS ഉള്ളൊരു സ്ത്രീക്ക് AMH അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രായം കൂടുന്തോറും AMH കുറഞ്ഞു വരും. AMH കുറവായ സ്ത്രീക്ക് നാച്ചുറലി പ്രഗ്നൻസി പോസിബിൾ ആണോ? തീർച്ചയായും. മറ്റു കാര്യങ്ങളെല്ലാം, അതായത് സ്ത്രീയുടെ പ്രായം, കുറഞ്ഞ പ്രായമുള്ള സ്ത്രീകൾക്ക്, അതായത് ഒരു 35 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് അവരുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. അവർക്ക് നാച്ചുറലി കൺസീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റെഗുലറായി ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഹെൽത്തി യൂട്രസ്, ശരിയായ ഓവേറിയൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ പാർട്ട്ണറിന്റെ സ്പേം കൗണ്ട്, മോട്ടിലിറ്റി ഒക്കെ ശരിയായ രീതിയിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു അമ്മയാകാൻ സാധിക്കും. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ്, അവരുടെ AMH ആദ്യം നോക്കുമ്പോൾ 0.94 ആയിരുന്നു. അലോപ്പതി ഹോസ്പിറ്റലാണ് അവർ പോയത്. ഒരു പേര് കേട്ട പ്രശസ്തിയാർന്ന ഒരു IVF സെന്റർ ആണ്. അവിടുത്തെ സക്സസ് റേറ്റ്, ആ ഡോക്ടറുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 80% സക്സസ് റേറ്റ് ആണ്. പക്ഷെ ആ ഡോക്ടർ ഈ പേഷ്യന്റിനോട് പറഞ്ഞത് നിങ്ങൾക്ക് 50 IVF ചെയ്താൽ കൂടെ 50% സക്സസ് റേറ്റ് ഉള്ളൂ എന്നായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്നുകൂടെ ആ ഡോക്ടർ പറഞ്ഞിരുന്നു. അതിനുശേഷം അവര് നമ്മളെ ആയുഷ്കാമി ആയുർവേദയിലോട്ട് വന്നു. നമ്മളത് വേറെ 2 ഡോക്ടേഴ്സിനെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിച്ചു. അപ്പൊ അതിൽ എൻഡോമെട്രിയോസിസ് പ്രോബ്ലം ഒന്നും കാണുന്നില്ല. AMH ഒരു 4 മാസത്തെ ട്രീറ്റ്മെന്റിൽ അവർക്ക് AMH 1.2 ആയിട്ട് മാറി. മാത്രമല്ല അവര് മെന്റലി നല്ല ഹാപ്പിയും സ്റ്റേബിളുമായിട്ട് മാറി. 5 മാസത്തിൽ തന്നെ അവര് പ്രഗ്നന്റ് ആവുകയും ചെയ്തു. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സെൽഫ് ലവ് എപ്പോഴും ഉണ്ടാക്കാൻ ആയുഷ്കാമി ആയുർവേദയിൽ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാരണം അലോപ്പതി ഹോസ്പിറ്റലിൽ IVF സജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ IUI, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ സ്ട്രെസ് ആണ്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആയുഷ്കാമി ആയുർവേദയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് അവരുടെ തന്നെ ഒരു സെൽഫ് ലവ് ആണ്. IVF സജസ്റ്റ് ചെയ്യുന്നവർക്ക് അത് താല്പര്യം ഇല്ലാതെ തിരഞ്ഞെടുക്കുന്ന ദമ്പതിമാരാണ് നിങ്ങളെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷമെങ്കിലും ആയുർവേദത്തിലൂടെ സഞ്ചരിക്കൂ, ശരിയായ ആയുർവേദത്തിലൂടെ. എന്നിട്ട് മാത്രം IVF സ്വീകരിക്കൂ. പണ്ടത്തെ കാലത്ത് എത്ര ഇൻഫെർട്ടിലിറ്റി കേസസും IVF സെന്റേഴ്സും ഉണ്ടായിരുന്നു. ഇന്നൊരു സിറ്റിയിൽ തന്നെ എത്ര IVF സെന്റേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ പരസ്യത്തിലാണെങ്കിൽ 1000+ സക്സസ് സ്റ്റോറീസ് ആണ് അവർ കാണുന്നത്. പണ്ടൊക്കെ ഇത്രയും 1000+ സക്സസ് IVF കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇവരാരും നാച്ചുറലി കൺസീവ് ആകുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എപ്പോഴും നാച്ചുറലി കൺസീവ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഒരു ഹെൽത്തി പ്രഗ്നൻസി, ഹെൽത്തി ബേബി ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത്. അതിനുവേണ്ട സപ്പോർട്ടിംഗ് മെഡിസിൻസ് ആണ് നമ്മൾ നൽകേണ്ടത്. അപ്പോൾ ആരും AMH കുറഞ്ഞു എന്ന് പറഞ്ഞ് ഡയറക്റ്റ് IVF പോകാതെ നിങ്ങൾ ആയുർവേദത്തിലേക്ക് മാറുക. ആയുർവേദം ലാസ്റ്റ് ഒരു ഓപ്ഷൻ ആക്കി മാറ്റി വെക്കാതെ എപ്പോഴും ആയുർവേദത്തെ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ആക്കി വെക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ആക്കി വെച്ചു 2 വർഷമെങ്കിലും ആയുർവേദത്തിൽ അവർ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ട്, എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്നില്ല എങ്കിൽ മാത്രം IVF എപ്പോഴും ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആക്കി വെക്കുന്നതാണ് ഉചിതമായ തീരുമാനം. താങ്ക്